ഭരണഘടനയനുസരിച്ച് പൂർണ്ണ സംസ്ഥാന പദവിയില്ലാത്ത ഡൽഹിയിൽ 10 വർഷത്തിലേറെയായി കേന്ദ്രവുമായുള്ള പോരാട്ടത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ. ഇപ്പോൾ ഡൽഹിയിലും BJP വിജയിച്ചതോടെ ഡബിൾ എഞ്ചിൻ സർക്കാരായി എങ്കിലും പൂർണ്ണ സംസ്ഥാന പദവിയുടെ കാര്യം ചോദ്യമായി ഉയരും. BJP ഒഴികെ എല്ലാ പാർട്ടികളും പതിറ്റാണ്ടുകളായി ഉയർത്തിയിരുന്ന ഡൽഹിയുടെ അധികാര പരിമിതിക്ക് പുതിയ സർക്കാരുണ്ടാകുന്ന പരിഹാരം എന്താണെന്ന് കണ്ടു തന്നെ അറിയണം. പാർലമെന്റും മന്ത്രാലയങ്ങളും വിവിധ രാജ്യങ്ങളുടെ എംബസികളെല്ലാം സ്ഥിതി ചെയ്യുന്നതിനാലും രാജ്യത്തിന്റെ ഭരണസിര കേന്ദ്രമായതിനാലുമാണ് ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി കൊടുക്കാത്തത്. NDMCയുടെ കീഴിൽ വരുന്ന ഡൽഹിയിലെ തന്ത്രപ്രധാനമായ മേഖലകളും സൈനിക മേഖലയായ കണ്ടോൺമെന്റും ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കേരളം പോലെ പൂർണ്ണ സംസ്ഥാനമോ പുതുച്ചേരിയോ ചണ്ഡീഗഡ് പോലെയുള്ള കേന്ദ്രഭരണ പ്രദേശമോ അല്ല ഡൽഹി. ഇവിടെ ക്രമസമാധാനം, ഭൂമിയുടെ ഉടമസ്ഥത, സേവനങ്ങൾ എന്നിവയെല്ലാം ലഫ്റ്റനന്റ് ഗവർണർ വഴി കേന്ദ്രമാണ് കൈകാര്യം ചെയ്യുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനും മുഖ്യമന്ത്രിക്കും വലിയ അധികാരമില്ല എന്ന് ചുരുക്കം. കേന്ദ്രം ഡൽഹി പോരാട്ടമെന്ന് കേൾക്കുമ്പോൾ കെജ്രിവാളിൻ്റെയും മോദിയുടെയും മുഖങ്ങൾ തെളിയും എങ്കിലും ഈ തർക്കത്തിന് അതിലേറെ പഴക്കമുണ്ട്. കേന്ദ്രത്തിലും ഡൽഹിയിലും കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന ഷീലാ ദീക്ഷിതിന്റെ കാലത്തും തർക്കങ്ങളുണ്ടായിരുന്നു. കേന്ദ്രവുമായി എല്ലായ്പ്പോഴും നല്ല ബന്ധമായിരുന്നില്ല എന്ന് ഷീലാ ദീക്ഷിതിന്റെ ആത്മകഥയിൽ പറയുന്നുമുണ്ട്. പൂർണ്ണ സംസ്ഥാന പദവി പ്രകടന പദ്ധതിയിൽ വാഗ്ദാനം ചെയ്തിരുന്നതായും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് തേടി ഇറങ്ങിയത്. ഇനി ഇപ്പോഴത്തെ സ്ഥിതി പരിശോധിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അതായത് MCD ഭരണം പിടിക്കാൻ BJP തയ്യാറെടുക്കുകയാണ്. ഏപ്രിലാണ് മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡൽഹി കോർപ്പറേഷൻ കൂടി പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തലസ്ഥാനം BJPയുടെ ട്രിപ്പിൾ എഞ്ചിൻ ഭരണത്തിന് കീഴിലാകും. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു പിന്നാലെ തന്നെ MCDയിൽ തങ്ങളുടെ പിടി ശക്തിപ്പെടുത്താനുള്ള ശ്രമം BJP ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ആകെ 250 കൗൺസിലർമാരാണ് ഉള്ളത്. കൂടാതെ 7 ഡൽഹി MP മാർ, 3 രാജ്യസഭാ MP മാർ, 14 MLA മാർ എന്നിവർക്കും മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട്. നിലവിൽ BJPക്ക് നഗരസഭയിൽ 120 കൗൺസിലർമാരുമുണ്ട്. മറുവശത്ത് ആം ആദ്മി പാർട്ടിക്ക് 122 സീറ്റുകളും അതേസമയം തന്നെ BJPയുടെ 8 കൗൺസിലർമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA മാരുമായിട്ടുമുണ്ട്. 3 ആം ആദ്മി കൗൺസിലർമാരും MLA മാരായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ 12 കൗൺസിലർ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കും. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിയും വരും. ഉപതെരഞ്ഞെടുപ്പിൽ നിലവിലെ സീറ്റുകൾ നിലനിർത്തി കഴിഞ്ഞാൽ BJPക്ക് മേയർ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കും. 2024 നവംബറിലാണ് അവസാനമായി MCD മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്. ആം ആദ്മിയുടെ മഹേഷ് ഗിച്ചി BJPയുടെ കിഷൻ ലാലിനെ 3 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അന്ന് പരാജയപ്പെടുത്തി. ആകെ പോൾ ചെയ്തത് 263 വോട്ടുകളാണ്. ഗിച്ചിക്ക് ലഭിച്ചത് 133 വോട്ടുകളും. അതേസമയം തന്നെ കിഷൻ ലാലിന് അനുകൂലമായി 130 വോട്ടുകളും കിട്ടി. 2 വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചു. അന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് 113 കൗൺസിലർമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു MLA-യുടെയും 7 MP മാരുടെയും പിന്തുണയോടെ അവരുടെ മൊത്തം അംഗബലം 121 ഉയർന്നു. മറുവശത്ത് ആം ആദ്മിക്ക് 125 കൗൺസിലർമാരും 13 MLA-മാരും 3 രാജ്യസഭാ MP-മാരും ഉണ്ടായിരുന്നു. അതായത് ആകെ 141 വോട്ടുകൾ. 8 കൗൺസിലർമാരുള്ള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും ചെയ്തു. ഏപ്രിൽ വരെയാണ് മഹേഷ് ഗിച്ചിയുടെ പ്രവർത്തന കാലാവധി. എന്നാൽ കാലാവധി കഴിയാൻ കാത്തു നിൽക്കാതെ തന്നെ ഡൽഹി സർക്കാർ രൂപീകരിച്ച ശേഷം നിലവിലെ ആം ആദ്മി മേയർക്കെതിരെ BJP അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചേക്കുമെന്നതാണ് നിലവിലെ സൂചന. ഇതോടെ പൂർണ്ണ അധികാരം BJPയുടെ കയ്യിലാകും.